ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തെല്ലാം മുത്തുമണികളെ, എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഈവനിങ്ങളുടെ ചെറിയൊരു ഭാഗവും പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വിശേഷം മിനിഞ്ഞാന്നത്തെ ഒരു ചെറിയ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടപ്പുറത്തെ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതേ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഇന്ന് തോട്ടത്തിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. പൂന്തോട്ടം എന്ന് പറയാൻ അധികമൊന്നുമില്ല, കുറച്ച്. അപ്പോൾ കുറേ അധികമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യത്തെ കളക്ഷനൊക്കെ. പക്ഷെ ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ ശ്രദ്ധയൊക്കെ കുറഞ്ഞ് ചെടികളൊക്കെ കുറേയൊക്കെ നാശമായി പോയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഇടയിൽ കുറേ പുല്ലും കാടൊക്കെ മുളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതാണ്. പിന്നെ അത് കുറച്ചധികം തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് മടക്കിയെടുക്കുകയാണ്. സുഡാപ്പിയും പാത്തൂസും ദിലും അവിടെ ഇരുന്നിട്ട് ക്യാരം ബോർഡ് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അങ്ങനെ ഇരുന്നതാണ് അവർ കളിക്കാനായിട്ട്. സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാൽ നേരെ വന്ന് ചായയെല്ലാം കുടിച്ച് പിന്നെ ട്യൂഷന് പോകും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വരിക 6:30 ആ സമയത്താണ് കേട്ടോ. അപ്പോൾ ഇത് 2 മിനിറ്റ് 2 കളി കളിച്ചിട്ട് അങ്ങനെ ഇരുന്നിട്ട് ദിക്കർ ചൊല്ലാ നിസ്കാരമൊക്കെ വന്നിട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതേ ക്യാരം ബോർഡ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ പാത്തൂസിന് കളിക്കാൻ അറിയില്ല, എന്നാലും പാത്തൂസ് ഇങ്ങനെ കൈ കൊണ്ട് തട്ടി കളിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ കോയിൻസൊക്കെ വീഴുമ്പോൾ ആൾക്കും സന്തോഷമാണ് കേട്ടോ ഇങ്ങനെ കളിക്കുമ്പോൾ അവരെ കൂടി ഇരുന്ന് കളിക്കാനായിട്ട്. സുഡാപ്പിക്കും കളിയല്ല, സുഡാപ്പി ചില സമയത്ത് ഭയങ്കരമായിട്ടൊക്കെ വാശി പിടിക്കും കേട്ടോ. ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ ടീമായി കളിക്കുമ്പോൾ അവന് കിട്ടിയില്ലെങ്കിലും ടീമിൽ ഒരാൾക്ക് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ കരച്ചിലൊക്കെ നടക്കാറുണ്ട്. കളിയുടെ ഇടയിൽ അടിയും ബഹളവും ഒക്കെ ഉണ്ടാവും, എന്നാലും കുട്ടികളുടെ സന്തോഷം. അപ്പോൾ അങ്ങനെ ഞാനിരുന്ന് കുറച്ച് നേരം അവരെ കൂടി ഇരുന്ന് കളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് തുണികളൊക്കെ മടക്കാനുണ്ടായ കാരണം കൊണ്ട് അവരോട് കളിക്കാൻ പറഞ്ഞ് അങ്ങനെ ഇരുന്നതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ വിശേഷമാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ ഇപ്പോൾ ദേ അടിച്ചു വരാനായിട്ട് ഇറങ്ങി. കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ മഴയൊന്നുമില്ല, നല്ല ചൂടാണ് കേട്ടോ. ഉച്ചയ്ക്കൊന്നും അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റുന്നില്ല, അതേപോലത്തെ ചൂടാണിപ്പോൾ. അപ്പോൾ പിന്നെ ഇവിടെ അടിച്ചു വരാനെന്ന് പറഞ്ഞാൽ അധികമൊന്നുമില്ല കേട്ടോ ഇന്ന് രാവിലെ. ഇപ്പോൾ ഡെയിലി അടിക്കുന്ന കാരണം മഴയാകുമ്പോഴാണ് നമുക്ക് അടിക്കാനൊരു മടി ഉണ്ടാവുക. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഡെയിലി രാവിലെ തന്നെ എണീറ്റ് വിശപ്പം തന്നെ ചായക്ക് വെള്ളം വെച്ച് നേരെ അടിച്ചു വരാനായിട്ട് വരിക. അപ്പോൾ അങ്ങനെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ശേഷം ഞാൻ ദോശ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിയത്. ദോശ ഉണ്ടാക്കാൻ നമ്മുടെ മൈദയും മൈദ ദോശയാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഗോതമ്പ് ദോശയാണോ എന്ന് ചോദിച്ചാൽ അല്ല, രണ്ടും കൂടി ചേർന്നിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ. ഞാൻ പകുതി മൈദയും പകുതി ഗോതമ്പ് എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ ദോശ ഇപ്പം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ദോശ കിട്ടുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു കഷ്ണം സബോള ഒന്ന് അരിഞ്ഞിട്ട് അതൊന്നിങ്ങനെ ഉരച്ച് കൊടുത്തപ്പോൾ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ വെള്ളത്തിൽ ഇങ്ങനെ കയ്യിലിട്ട് വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദോശ ചുറ്റിച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഇതേപോലെ ദോശ കോരി വെച്ചതിന് ശേഷം ഒരു കുഞ്ഞൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് തവി അതിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ദോശ ഉണ്ടാക്കുക മാവ് കോരിയെടുത്ത് ഒഴിക്കുമ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ഇപ്പോൾ ഇതേ ദോശ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ സബോളയൊക്കെ വെച്ച് ഉരച്ചപ്പോൾ. അപ്പോൾ അങ്ങനെ കല്ലൊന്ന് ചൂടായതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് ഇതിൻ്റെ മുകളിൽ സബോളയുടെ മുകളിൽ കുറച്ച് എണ്ണയൊന്നും ആക്കി കൊടുക്കുക. എന്നിട്ട് അത് രണ്ടും കൂടി വെച്ചിട്ടൊന്ന് ഉരച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ ഇതേ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ദോശയ്ക്ക് ഞാൻ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ചൂടാക്കി എടുക്കുന്നത്. പിന്നെ ഉച്ചയ്ക്കായാലും ഞാനും പാത്തൂസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വൈകുന്നേരം എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ദിലുവിൻ്റെ സ്കൂളിലേക്ക് ഒന്ന് പോകണം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ചിക്കൻ കറിയൊക്കെ കൂട്ടി അവർക്ക് ദോശയൊക്കെ കൊടുത്തു കേട്ടോ. അതിൻ്റെ ശേഷം ഇപ്പോൾ ദിലുവിൻ്റെ യൂണിഫോമൊക്കെ ഒന്ന് തയ്ക്കാനുണ്ട്. സാധാരണ ഞാൻ വൈകുന്നേരം തേച്ച് വയ്ക്കാറാണ് കേട്ടോ. പക്ഷേ ഇന്നലെ നേരം കിട്ടിയില്ല. ഒരു ലോഡ് തുണി മടക്കാനുണ്ടായിരുന്നു. പിന്നെ ഉണ്ണികളൊക്കെ ഉറങ്ങി വരുമ്പോൾ തന്നെ സമയം കുറയുക. അല്ലെങ്കിൽ ഞാൻ തുണി മടക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പാത്തൂസായാലും സുഡാപ്പി ആയാലും മടക്കി വെക്കുന്നതൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഓടി കളിച്ചൊക്കെ തട്ടിയിടും. അപ്പോൾ അങ്ങനെ ദിലുവിൻ്റെ യൂണിഫോമൊക്കെ തേച്ച് കഴിഞ്ഞു. പിന്നെ അവരതങ്ങനെ സ്കൂളിലേക്ക് രണ്ടാളും പോയിട്ടോ. അതിൻ്റെ ശേഷം ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് നമ്മുടെ ബാക്കിൽ അടുക്കള വാതിലിൻ്റെ ഇതാണ് കേട്ടോ. വേറെ ഒന്നല്ല, കട്ടിളപ്പടിയുടെ സൈഡിലൊക്കെ ഇങ്ങനെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. മണ്ണ് ചുമരാണല്ലോ ഇത്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ മണ്ണൊക്കെ ഇങ്ങനെ ഇളകി പോയിട്ടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. മഴക്കാലമായി കഴിഞ്ഞാൽ അതുപോലെ വാതിൽ അടയ്ക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടച്ചു കഴിഞ്ഞാൽ പിന്നെ തുറക്കാനും ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അതേ കുറച്ചധികം ഗ്യാപ്പൊക്കെ ആയിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോഴാണ് പേടി, എന്തെങ്കിലുമൊക്കെ ഇഴജന്തുക്കളൊക്കെ കയറുമോ അതിൻ്റെ ഉള്ളിൽ കൂടെ എന്നൊക്കെയുള്ളൊരു പേടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം കുറച്ച് സിമെൻറ്റും ഇതൊക്കെ വെച്ചിട്ടൊന്ന് അടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നത്. പിന്നെ അതൊക്കെ ഇങ്ങനെ ഇതാക്കി അതിൻ്റെ ശേഷം ഇപ്പോൾ എനിക്ക് വേഗം സ്കൂളിലേക്ക് ഒന്ന് പോകാണ്ട് കേട്ടോ. സുഡാപ്പിയുടെ സ്കൂളിൽ 2 സൈഡിലും ഉണ്ട് കേട്ടോ ഗ്യാപ്പ് കട്ടിളപ്പടിയുടെ. പിന്നെ സുഡാപ്പിയുടെ അല്ല, ദിലുവിൻ്റെ സ്കൂളിലേക്ക് ഒന്ന് പോകാണ്ട്. ദിലുവിൻ്റെ സ്കൂളിൽ നിന്ന് ഇപ്പോൾ അരി മേടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അരി മേടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനും പാത്തൂസും കുളിയൊക്കെ കഴിഞ്ഞു, ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞു. ഒരു 2:30 ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. പാത്തൂസിനോട് ഞാൻ താറ്റ തരാൻ പറഞ്ഞപ്പോൾ പാത്തൂസ് ചുണ്ടുമ്പോൾ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
പിന്നെ ഈ ഉടുപ്പ് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാത്തൂസിന് പിറന്നാളിന് പ്രസൻറ്റ് കിട്ടിയ 3 സെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊരു സെറ്റാണ് കേട്ടോ ഇത്. അന്നൊരു റെഡ് ഉടുപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കിട്ടിയതാണ് കേട്ടോ ഈ ഉടുപ്പും. അപ്പോൾ അന്ന് എന്നോട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയും കൂടി കാണിക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോൾ അതിലിങ്ങനെ കാണിക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ സുഡാപ്പിയുടെ സ്കൂളിലേക്കാണ് പോയത്. സുഡാപ്പിയുടെ സ്കൂളിൽ പോയിട്ട് സുഡാപ്പിനെ കൊണ്ടാണ് കേട്ടോ ദിലുവിൻ്റെ സ്കൂളിലേക്ക് പോകുന്നത്. എന്താ വെച്ചാൽ ഇപ്പോൾ സമയം ഒരു 2:30 ആയിട്ടുണ്ട്. ചിലപ്പോൾ ഇനിയിപ്പോൾ അവൻ്റെ സ്കൂളിൽ പോയി അരിയൊക്കെ മേടിച്ച് ടീച്ചറൊക്കെ കണ്ടു വരുമ്പോഴേക്കും ചിലപ്പോൾ നേരം വൈകും. അപ്പോഴേക്കും സുഡാപ്പി വരേണ്ട സമയമാവും. പിന്നെ കൊണ്ടുവരാൻ ആരും ഉണ്ടാവില്ല, പിന്നെ വീട്ടിലാരും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അത് കാരണം കൊണ്ട് അവനെയും കൂട്ടിയിട്ടാണ് ഞാൻ സ്കൂളിൽ പോയി അവനെ കൂട്ടിയിട്ടാണ് ഇപ്പോൾ വരുന്നത്. അങ്ങനെ ഓട്ടോയിലാണ് കേട്ടോ ഞങ്ങൾ വന്നത്. ഇപ്പോൾ ദിലുവിൻ്റെ സ്കൂളിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ഓഫീസിൻ്റെ അടുത്ത് പോയി അരിയൊക്കെ ഒന്ന് മേടിച്ചതിന് ശേഷം നേരെ ക്ലാസ്സിലേക്ക് ഒന്ന് പോകണം. അപ്പോൾ അതേ സ്കൂളിലെത്തിയപ്പോൾ സ്കൂളിൽ ഇപ്പോൾ ഹാർട്സ് സ്പോർട്സൊക്കെ നടക്കുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ റിഹേഴ്സലൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ സ്പോർട്സിനുള്ള ട്രോഫിയാണ് കേട്ടോ. സ്പോർട്സിൻ്റെ താരങ്ങൾക്കുള്ള ട്രോഫി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ സാറിനോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇന്ന് തൊട്ടിട്ട് എന്തോ സെലക്ഷൻ ഉണ്ട് ക്യാമ്പിൻ്റെ, അത് കഴിഞ്ഞിട്ട് 6-ാം തീയതി തൊട്ടിട്ടാണ് കളി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സാറോട് ചോദിച്ചതിന് ശേഷം ഞാനിപ്പോൾ അരിയൊക്കെ മേടിച്ച് മോൻ്റെ ക്ലാസ്സിൽ പോയിട്ടോ. അപ്പോൾ ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ടീച്ചർ അവർക്ക് സയൻസിൻ്റെ ക്ലാസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്ന സമയത്ത്. അങ്ങനെ ടീച്ചർ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ സുഡാപ്പിക്ക് പാത്തൂസിന് മിഠായിയൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ടീച്ചറോടൊക്കെ സംസാരിച്ച് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ വെച്ചിട്ടും അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുറേ കുട്ടികളൊക്കെ കണ്ടു. അങ്ങനെ സുഡാപ്പിയുടെ പേരും പാത്തൂസിൻ്റെ പേരൊക്കെ അവർ ചോദിച്ചു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നേരെ ഞങ്ങളിങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഗ്രൗണ്ടിൽ ഇതേ കുട്ടികൾ കുറേ പേര് കളിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് PT ആയിരുന്നു പീരീഡ്. അപ്പോൾ ആ സമയത്ത് ഇതേ കുറേ കുട്ടികൾ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. പിന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ ആ സമയത്ത്. ഇപ്പോൾ ചൂടെന്ന് വെച്ചാൽ നല്ല ചൂടാണ്. അപ്പോൾ അങ്ങനെ കുട എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ. അപ്പോൾ പാത്തൂസും ഞാനും കുട ചൂടിയൊന്ന് സുഡാപ്പിനോട് നിൽക്കാൻ പറഞ്ഞ് സുഡാപ്പി നിന്നിട്ടില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി ഞങ്ങൾ നേരെ വന്ന് അവിടെ നിന്ന് തന്നെ ഓട്ടോ കയറി നേരെ വീട്ടിലേക്ക് എത്തിയിട്ട് വീട്ടിലെത്തി ബാഗൊക്കെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അവർക്ക് മിഠായി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 95 രൂപയുടെ കിൻഡർ ജോയ് ആണ് കേട്ടോ ചോദിച്ചത്. അപ്പം ഞാൻ അതിനുള്ള പൈസ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ രണ്ടാൾക്കും 10 രൂപയുടെ കിൻഡർ ജോയ് മേടിച്ച് അങ്ങനെ പറ്റിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.